മലപ്പുറത്ത് എന്താണ് സ്ഥിതി എന്ന് പല പ്രേക്ഷകരും ചോദിക്കുന്നു. സമീർ ബിൻ കരീം ചേരുന്നുണ്ട്. സമീർ, മലപ്പുറം ജില്ലയിൽ മഴയുണ്ടോ? മഴ മുന്നറിയിപ്പുണ്ടോ? സമീർ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടെ മഴയുണ്ടോ? സ്മിത, ഞാനിപ്പോഴുള്ളത് മലപ്പുറത്തിന്റെ തീരദേശ മേഖലയിലാണ്. നിലവിൽ മലപ്പുറം ജില്ലയിൽ ഒറ്റപ്പെട്ട മഴ മാത്രമാണുള്ളത്. ജില്ലയിലുടനീളം ഒരു ശക്തമായ മഴ നിലവിലുള്ള എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം. ഇന്നലെ രാത്രിയിലും ഒറ്റപ്പെട്ട മഴയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറത്തിന്റെ തീരദേശ മേഖലയൊക്കെ തന്നെ ഇന്നലെ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമായിരുന്നു. എന്നാൽ രാത്രിയിൽ അതിലൊരു ശമനമുണ്ടായി എന്നുള്ളതാണ് തീരദേശ മേഖലയിൽ നിന്നും നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. നിലവിൽ പെരുമ്പടപ്പ്, പൊന്നാനി, ഒപ്പം തന്നെ വെളിയങ്കോട് വില്ലേജുകളിലായിരുന്നു ഈ കടലാക്രമണം രൂക്ഷമായിട്ട് തന്നെ ഉണ്ടായിരുന്നത്. ഇന്നലെ 50ഓളം വീടുകളിൽ വെള്ളം കയറുകയും ഒപ്പം തന്നെ മറ്റുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഒരു ക്യാമ്പ് മാത്രമാണ് തീരദേശ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. പെരുമ്പടപ്പ് വില്ലേജിൽ മാത്രമാണ് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുള്ളത്. ഇതിൽ ഒരു കുടുംബം മാത്രമാണ് നിലവിലുള്ളത്. മറ്റുള്ളവരെല്ലാവരും തന്നെ നിലവിൽ ബന്ധു വീടുകളിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷേ കടലാക്രമണം രൂക്ഷമല്ലെങ്കിൽ പോലും ശക്തമായ ജാഗ്രത തുടരണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. പ്രത്യേകിച്ച് തീരദേശത്തുള്ള റോഡുകളൊക്കെ തന്നെ ഇന്നലത്തെ കടലാക്രമണത്തിൽ തകർന്ന ഒരു അവസ്ഥയുണ്ട്. ഒപ്പം തന്നെ പല വീടുകളിലും അപകട സാധ്യതയുണ്ട്. ഇതെല്ലാം തന്നെ കണക്കിലെടുത്തു ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ നിലവിൽ കടലിലേക്ക് പോകുന്നവരും പോകാൻ പാടില്ല. ഒപ്പം തന്നെ മറ്റുള്ളവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലും ഒറ്റപ്പെട്ട മഴയുണ്ട്. പ്രത്യേകിച്ച് ജില്ലയുടെ അപ്പുറത്തുള്ള ഭാഗം, പ്രത്യേകിച്ച് ഗൂഡല്ലൂർ പോലെയുള്ള ഇടങ്ങളിൽ ശക്തമായ മഴ പെയ്താൽ തന്നെ മലപ്പുറത്തിന്റെ മലയോര മേഖലയിൽ പുഴകളെല്ലാം തന്നെ നിറഞ്ഞു കവിഴുകയും അപ്രതീക്ഷിതമായ കുത്തിയൊഴുക്കുണ്ടാകുന്ന ഒരു ഘട്ടമുണ്ടാകും. അതുകൊണ്ട് തന്നെ പുഴയിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശം. സമീർ ബിൻ കരീമാണ് വിവരങ്ങളുമായി മലപ്പുറത്തു നിന്നും ചേർന്നത്.